ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു മഷ്റൂം മസാല ഉണ്ടാക്കി നോക്കാവേ. അതിനാദ്യം തന്നെ മഷ്റൂം എടുക്കുക. അതിൻ്റെ പുറത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനാദ്യം തന്നെ ഒരു തക്കാളിക്കായും കുറച്ച് കാഷ്നട്ടും കൂടെ അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാനാണ്. പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടണം, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയം നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ആ പേസ്റ്റും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ സീക്രട്ട് തന്നെ ഇതാണ്. ആ കാഷ്യൂ പേസ്റ്റും ടൊമാറ്റോയും കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മഷ്റൂമും കൂടി ഇടുക. മഷ്റൂമും കൂടി ഇട്ട് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വരും. അതിനുശേഷം നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണവും പ്രത്യേക ഫ്ലേവറും ഇതിനുണ്ടാവും. കണ്ട് നന്നായി വഴറ്റിയെടുത്ത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. നല്ല അടിപൊളി മസാലയാണ്, ഒരു വെറൈറ്റി മസാലയാണ്. ഇത് കുട്ടികൾക്കല്ല മുതിർന്നവർക്കല്ല ആർക്ക് വേണമെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക.